വിശ്വാസമില്ലാത്ത ഒരാളുമായി നിങ്ങൾക്കൊരിക്കലും ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. വിശ്വാസത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ പിന്നാലെ പിന്തുടർന്ന് പ്രതീക്ഷയോടുകൂടി പോയിക്കൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രഭാതവും നമ്മൾ കർത്താവിൻ്റെ വചനം സന്ദേശം കേട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിനൊക്കെ പോകുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് ടു ദ ഡേ. ആമേൻ. ആൻഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് പ്ലേസ് ടു സ്റ്റാർട്ട്. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ, കർത്താവിൻ്റെ കാൽപാദത്തിൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കാം. ആമേൻ. നമുക്കിന്ന് ഒരു കീ സ്പോൺസറുണ്ട്. നമുക്ക് ആ കീ സ്പോൺസറിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ഉള്ളത് അബുദാബിയിൽ നിന്ന് നിധി റോയ് സിസ്റ്ററാണ്. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. അപ്പോൾ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഭർത്താവ് മിഥുൻ റോയിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബ്രദർ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് കാര്യങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ കാര്യങ്ങളോർത്തും നന്ദി പറയുന്നു. അപ്പോൾ തന്നെ മിഥുൻ ബ്രദറിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രയും നാളങ്ങ് വിശ്വസ്തയോടുകൂടി കർത്താവെ വഴി നടത്തിയല്ലോ. കർത്താവെ, അങ്ങയുടെ ഫെയ്ത്ത്ഫുൾനെസ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. ഇനിയും കർത്താവെ അങ്ങ് ശക്തമായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്ന് ആ വചനം ഞങ്ങൾ ഒരുമിച്ച് ടാഗ് ചെയ്യുന്നു. ഇൻ എവറി ഏരിയ ഓഫ് ഹിസ് ലൈഫ് ഫാദർ, ലെറ്റ് ദർ ബി നോ ലാക്ക് ബിക്കോസ് ദ ലോർഡ് ഈസ് ഹിസ് ഷെപ്പേർഡ്. കർത്താവ്, ഞങ്ങൾ അതിനോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ദൈവിക സമാധാനം, സംരക്ഷണം, സന്തോഷം, സ്നേഹം എല്ലാം ഈ കുടുംബത്തിനുണ്ടായിരിക്കട്ടെ. ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിനെ കൂടുതൽ അറിയുവാനും അടുക്കുവാനും ദൈവവേല ചെയ്യുവാനും കർത്താവെ ഈ കുടുംബത്തെ സഹായിക്കണമേ. നിധി സിസ്റ്ററെ ഞങ്ങൾ സ്പെഷ്യലി അനുഗ്രഹിക്കുന്ന കർത്താവെ, ഇപ്പോൾ ചെയ്യുന്ന ആ വേല കർത്താവെ അങ്ങ് അതിനെ എംപവർ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ബീങ് പാർട്ട്നേഴ്സ്. ഈമാൻ. നമുക്ക് ഈ ദിവസങ്ങളിലുള്ള മീറ്റിങ്സ് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. നമുക്ക് ഗ്യാതറിംഗ് എന്ന പേരിൽ ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരും 2 ദിവസമായിട്ട് April 23rd and 24th നമ്മൾ നടത്തുന്നു. ഇത് ഇംഗ്ലീഷിലുള്ള ആരാധനയാണ്. സോ ട്രിവാൻഡ്രം സിറ്റിയിലും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരിക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. ബാംഗ്ലൂരിൽ നമുക്കൊരു സ്പെഷ്യൽ വർഷിപ്പ് ലീഡറുണ്ട്, ബ്രദർ ബിബിൻ മാത്യു, നമ്മുടെ കൂടെ ആരാധനയിൽ നയിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ May 1st ഫ്രൈഡേ നമുക്ക് ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് നടക്കുന്നു. അതിലേക്ക് എല്ലാവരും പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതിലുള്ള മാരീഡ് കപ്പിൾസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. നിങ്ങൾ ദമ്പതികളാണെങ്കിൽ ഒരുമിച്ച് വന്ന് ചേരുക. പക്ഷേ നിങ്ങളുടെ സ്പൗസ് അബ്രോഡാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ല, എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി തീരാൻ സാധിക്കും. ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിലുണ്ട്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ബ്ലെസ്ഡ് meeting. Amen. God bless you. വെൽക്കം ബാക്ക്. ഇന്ന് April 22 വെനസ്ഡേ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? വേറെ ദിവസങ്ങളിൽ കാണുന്നവർക്ക് മാറിയിരിക്കും. പക്ഷേ അതത് ദിവസം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡേറ്റൊക്കെ പറയുന്നത്. അതിന് മെയിൻ കാരണം നമ്മളിതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ഡിവോഷണൽ ഡയറിയിൽ നിന്നാണ്. ബ്ലെസ്സിങ് ടുഡേ ഡിവോഷണൽ ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ. അതിൽ April 22 വെനസ്ഡേയുടെ പേജ് എടുക്കുക. ഇതൊരു റിബണുണ്ട്. ആ റിബൺ വെച്ച് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓപ്പൺ ചെയ്യുക. അവിടെ ഫോക്കസ് വേർഡ് ഫെയ്ത്ത്. എല്ലാവരും പറയുക ഫെയ്ത്ത്. ഉടൻ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഫെയ്ത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും ടൈപ്പ് ചെയ്യണം. നിങ്ങൾ തുറക്കുമ്പോഴേക്കും കുറേ പേരുണ്ടല്ലോ, ഇനി ഇന്നലെ ഞാനിടുന്നത് ഇതെൻ്റെ വിശ്വാസമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ആ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇന്ന് പ്രസൻ്റാണ്, ഹാജരുണ്ടെന്നാണ്. അതോടുകൂടെ ഞാൻ നോക്കും നിങ്ങളുടെ ഐഡിയിൽ നിങ്ങൾ പ്രസൻറ്റ്, അപ്പോൾ ഇത് കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവും. അതൊരു അറ്റൻഡൻസ് ആണെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാവരും പ്രസൻറ്റ് മാർക്ക് ചെയ്യുക. പ്രസൻറ്റ് മാർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളിത് കണ്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കേണ്ടി വരും. സോ ഇന്നത്തെ ഫോക്കസ് വേർഡ് എന്താണെന്ന് പറഞ്ഞേ? വിശ്വാസം. Hebrews 11:6, എബ്രായ ലേഖനം 11:6 വിശ്വവിഖ്യാതമായ വചനത്തിൻ്റെ ഒരു വിശ്വവിഖ്യാതമായ ഒരു വചനമാണ്. 6ാമത്തെ വചനത്തിൽ, ആൻഡ് വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്.
വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ബിക്കോസ് എനിവൺ ഹു കംസ് ടു ഹിം മസ്റ്റ് ബിലീവ് ദാറ്റ് ഹി എക്സിസ്റ്റ് ആൻഡ് ദാറ്റ് ഹി റിവാർഡ്സ് ദോസ് ഹു ഏർണസ്റ്റ്ലി സീക്ക് ഹിം. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇതൊരു ഭയങ്കര സംഭവമാണ്. യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർക്ക്, യുക്തി കൊണ്ട് അനലൈസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യുക്തിക്കപ്പുറത്താണ് ദൈവം. ഒന്ന് എഴുതി വെക്കുന്ന നല്ലതാണ്, ടൈപ്പ് ചെയ്തിടുന്ന. യുക്തിയുടെ മനുഷ്യൻ്റെ യുക്തിയുടെ മുകളിലാണ് ദൈവം. മനുഷ്യന് യുക്തി വേണ്ടെന്നല്ല, യുക്തിപൂർവം നമുക്ക് ചിന്തിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. എന്നാൽ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നൊരു വ്യക്തിത്വമാണ് ദൈവമെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന് പ്രകാരം വിശ്വാസം കൂടാതെ ഈ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തെ കണ്ടെത്തിയ ശേഷം വിശ്വസിക്കാൻ തയ്യാറുള്ള ഒത്തിരി പേരുണ്ട്. ദൈവത്തെ ഒന്ന് കാണണം എന്നിട്ട് വിശ്വസിക്കാം. എന്നാൽ വചനം പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ആദ്യം വിശ്വസിക്കണം, അപ്പോൾ കാണും. അതിനുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ നട്ടെല്ല് നമുക്കുണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ വിശ്വസിച്ചവരാണ്. ഇന്ന് ഈ ഭൂമിയിൽ കോടിക്കണക്കിന് പേർ അങ്ങനെ കാണാത്ത ദൈവത്തിൽ, കാണാത്തെന്ന് പറഞ്ഞാൽ കളഞ്ഞുപോയ ദൈവം എന്നർത്ഥമല്ല, ലോസ്റ്റ് ഗോഡല്ല, ഇല്ലാത്ത ദൈവമല്ല, ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് പേർ ഈ ഭൂമിയിൽ ഇന്നുണ്ട്. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. കൂടാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദൈവമുണ്ട്, ഗോഡ് എക്സിസ്റ്റ് എന്ന് ആദ്യം വിശ്വസിക്കണം. എന്നിട്ട് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അയ്യോ എന്ന് വെച്ചാൽ ദൈവത്തെ ഒന്ന് തേടിയാൽ പോലും പ്രതിഫലമുണ്ട്. ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട്, 16 വയസ്സുള്ളപ്പോൾ, 15 വയസ്സ് കഴിഞ്ഞ് 16 റണ്ണിങ് ആയിരിക്കുന്ന സമയത്താണ് സെർച്ച് ഫോർ ഗോഡ് ആരംഭിക്കുന്നത്. ദൈവത്തെ അന്വേഷിച്ചുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത് അവിടെയാണ്, ടീൻസിലാണ്. ഓ മൈ ഗോഡ്, എനിക്ക് പ്രതിഫലം കിട്ടി, അതിൻ്റെ റിവാർഡ് എനിക്ക് കിട്ടി. ഞാൻ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് അവനെ കണ്ടെത്താൻ പറ്റി, കണ്ടെത്തിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഈ ഭൂമിയിൽ തീരില്ല, ഈ ജീവിതത്തിൽ തീരില്ല, നിത്യകാലം മുഴുവൻ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നെനിക്കറിയാം. നിങ്ങളെയും ആ ഒരു പാന്താവിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തെ തേടുക, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകും. ഡെക്ലറേഷൻ നോക്കുക, മൈ ഫെയ്ത്ത് പ്ലീസസ് ഗോഡ്. എൻ്റെ വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഐ റിസീവ് ദ റിവാർഡ്സ് ഓഫ് ബിലീവിങ് ടുഡേ. ഞാനിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ പ്രതിഫലം കൈപ്പറ്റുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ തന്നെ കിടപ്പുണ്ട്, വായിക്കണം, എന്നിട്ട് ടിക്ക് ചെയ്യണം. 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്പർ 1, ഫെയ്ത്ത് ഈസ് എസെൻഷ്യൽ ടു റിലേറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായി ബന്ധപ്പെടാൻ വിശ്വാസം ആവശ്യമാണ്. അപ്പം നേരത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് പോലെ ഫെയ്ത്ത് ടൈപ്പ് ചെയ്തു. ഇനി പോയിൻ്റുകളൊക്കെ എല്ലാവരും ടൈപ്പ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇതിലുണ്ട്. ഫെയ്ത്ത് ഈസ് എസെൻഷ്യൽ ടു റിലേറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായി ബന്ധപ്പെടാൻ വിശ്വാസം ആവശ്യമാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പല ദൈവഭക്ത, ഏലിയാവാകട്ടെ, മോശയാകട്ടെ, യു ടേക്ക് എനി നെയിം, എനി ബൈബിൾ ക്യാരക്ടർ, they all pleased God with faith. So faith is not optional, it is foundational. വിശ്വാസം ഐച്ഛികമല്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, അങ്ങനെയല്ല. ദിസ് ഈസ് ഫൗണ്ടേഷൻ. അടിസ്ഥാനപരമായി അത് വേണം. ദൈവവുമായി ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്, ഒന്നാമത്തെ ആവശ്യം ഫെയ്ത്താണ്. വിശ്വാസത്തോടെ അവൻ്റെ അടുക്കിലേക്ക് വരണം. റോമാലേഖനം 10:17 ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് ദ വേർഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിശ്വാസം ഉണ്ടാകുക? ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് മേടിക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്. റോമാലേഖനം 10:17 ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് ദ വേർഡ്. ഇപ്പോൾ ഒരാൾ, എനിക്ക് വിശ്വാസമില്ല, എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ അറിയില്ല, ഞാനെങ്ങനെ വിശ്വസിക്കും? എനിക്ക് നിങ്ങൾ വിശ്വാസം താ. അതിൻ്റെ വഴി എന്താണ്? ഹിയർ ദ വേർഡ്.
വചനം കേൾക്കുക. പറഞ്ഞേ, ഹിയർ ദ വേർഡ്. വചനം കേൾക്കുക. റോമാലേഖനം 10:17 വചനം കേൾക്കുക, വചനം കേൾക്കുക, വചനം കേൾക്കുക. അതായത് ബൈബിൾ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ അകത്ത് വിശ്വാസം ക്രിയേറ്റഡ് ആവും. യോഹന്നാൻ 20:29, ജോൺ 20:29, ബ്ലെസ്ഡ് ആർ ദോസ് ഹൂ ബിലീവ് വിതൗട്ട് സീയിങ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതൊരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ് കർത്താവ്. ഇത് ആക്ച്വലി പറഞ്ഞത് തോമസിനോടാണ്. തോമസ് നമ്മളുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. എന്താണത്? യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചു, യൂദ ഇസ്കറിയോത്ത്. എന്നാൽ ബാക്കിയുള്ള 11 പേരിൽ ഒരാളെ ദൈവം ഇന്ത്യയിലേക്ക് അയച്ചു. അതും കേരളത്തിൽ വന്നു. AD 52 എന്നാണ് ഏകദേശ കണക്ക്. അതാണ് റിലയബിളായിട്ട് ഇന്ന് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. AD 52 യേശുവിൻ്റെ ശിഷ്യനായ, യേശു നേരിട്ട് മെൻറ്റർ ചെയ്ത് വളർത്തിയെടുത്ത തോമസ് വന്നു. അത് തോമസിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. നമ്മിൽ പലരെയും പോലെ, നമ്മളൊക്കെ പോലെ അദ്ദേഹം സംശയിച്ചു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാകുമോ. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, വിശ്വസിക്കാം, യേശുവിൽ ഞാൻ വിശ്വസിക്കാം, പക്ഷേ എൻ്റെ വിരലുകൊണ്ട് യേശുവിൻ്റെ ആണിപ്പഴുതിൽ നിന്ന് കൈയിടണം, ആ തുളയിലൊന്ന് കൈയിടണം. കൂടാതെ അവൻ്റെ വിലാപ്പുറത്ത്, ഈ ഹാർട്ടിൻ്റെ ഇവിടെയാണല്ലോ പടയാളി കുത്തിയത്, ഇതിൻ്റെ ഈ വാരിയല്ലുകളുടെ ഇടയിലൂടെ, വാരിയല്ല് തകർത്തിട്ടില്ല, കാരണം അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ലെന്ന് വചനമുണ്ട്. ഈ ഹാർട്ടിൻ്റെ നേരെയുള്ള 2 വാരിയല്ലുകളുടെ ഇടയിലൂടെ ആയിരിക്കണം ആ കുന്തം അകത്തോട്ട് കയറി യേശുവിൻ്റെ ഹൃദയം കുത്തി തുളച്ചു. അപ്പോൾ ആ കുന്തം കയറി വലിച്ചെടുത്തപ്പോൾ അവിടെ ഒരു ഹോള് വന്നിട്ടുണ്ട്. അതിലൂടെ എനിക്കൊന്ന് കൈയിടണം. കൈ, മറ്റേത് വരല്ല. അപ്പോൾ കൈ കിടക്കാവുന്ന അത്രേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. ഇതല്ലേ ഇന്നും ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക. ദൈവം ഇങ്ങനെ ഒരു അടയാളം കാണിക്കട്ടെ, ദൈവമെല്ലാം ഇങ്ങനെ ചെയ്ത് കാണിക്കട്ടെ, എനിക്കൊന്ന് പ്രത്യക്ഷനാകട്ടെ. ഇതൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം വന്നു, പ്രത്യക്ഷനായി. തോമസിനോട് ആദ്യം പറഞ്ഞത്, നിൻ്റെ കൈ കൊണ്ടുവരാൻ പറഞ്ഞു, വിരൽ ഇട്ടോളാൻ പറഞ്ഞു. ഇട്ടോ, ധൈര്യമായിട്ടിട്ടു. പക്ഷെ അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ കണ്ടതുകൊണ്ടല്ലേ വിശ്വസിച്ചത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് വൈറലായി. കർത്താവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നും വൈറലാണ്, സോഷ്യൽ മീഡിയ ഇല്ലാതെ തന്നെ. അതിൻ്റെ അർത്ഥം നാം അവനെ കണ്ടില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് തോമസിനോട് പറഞ്ഞപ്പോൾ യേശു നേരെ പ്രത്യക്ഷനായി വിശ്വസിച്ച ഒത്തിരി പേരുണ്ട്. അതിനേക്കാൾ ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ് യേശു പ്രത്യക്ഷനാകാതെ തന്നെ വിശ്വസിച്ചവർ. അതല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ. അതിൽപ്പെട്ടവരാണ് അധികം ആളുകളും എന്ന് മനസ്സിലാക്കുക. 2 കൊരിന്ത്യർ 5:7 വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അതിൻ്റെ അർത്ഥം വിശ്വാസത്തിന് കാണാൻ കഴിയും, വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു പാലം, പക്ഷെ ആ പാലത്തിലൂടെ വണ്ടി ഓടിച്ചു പോകാനോ നടന്നു പോകാനോ നിങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെ ഈ പാലം കൊണ്ട് എന്താ പ്രയോജനം? ആ ട്രസ്റ്റാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നുകൂടെ വിശ്വസിക്കണം. എവിടെയോ സൃഷ്ടിച്ചൊരു ദൈവം, ഒരു ബീയിങ്, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പവർ എവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കുമില്ല. നേരിട്ട് ആ ദൈവത്തിൽ വിശ്വസിച്ച് ബന്ധപ്പെട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ പ്രയോജനമുള്ളൂ. അപ്പോൾ ദൈവവിശ്വാസികളെന്ന് ദൈവത്തിൽ ഉണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വാസമുണ്ട്, വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പേര് വിശ്വാസികളാണ്. പ്രയോജനമൊന്നുമില്ല, ഒരു പ്രയോജനം അതുകൊണ്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ദൈവവുമായി നമ്മെ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുക മാത്രമല്ല, ആ ബന്ധത്തിലൂടെ അവിടെ പറയുന്ന പ്രതിഫലം, ദൈവത്തെ തേടുന്ന എല്ലാവർക്കും പ്രതിഫലമുണ്ട്. ദൈവത്തെ തേടി കണ്ടെത്തുന്നവർക്ക്, യഥാർത്ഥ ദൈവത്തിലെത്തുന്നവർക്ക്. ഉദാഹരണത്തിന്, എനിക്ക് യഥാർത്ഥ ദൈവം ആരാണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ചെറുപ്പകാലത്ത്. എല്ലാവരും പള്ളിയിൽ പോകുന്നു, ഞാനും പള്ളിയിൽ പോകുന്നു.
എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കും, ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അധികവും ഭയമായിരുന്നു. നരകത്തിൽ ചെന്ന് വീഴുമോ, ദൈവം നിന്നെ ന്യായം വിധിക്കുമോ, അങ്ങനെ ചെയ്തില്ലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ, ഞാൻ പാപം ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് എന്നെ ദൈവം ന്യായം വിധിക്കും, തീയിൽ കൊണ്ടുപോയിടും, നരകത്തിയിലിടും. ഇങ്ങനൊരു ഭീതിയായിരുന്നു എൻ്റെ അകത്തുണ്ടായിരുന്നത്. അല്ലാതെ യഥാർത്ഥ ദൈവം, പിതാവിൻ്റെ സ്നേഹം, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ വെളിപ്പെട്ടു വന്നു. നമ്പർ 2 എഴുതുക. ഫെയ്ത്ത് ബിഗിൻസ് വിത്ത് നോയിങ് ഗോഡ് ഈസ് റിയൽ. ദൈവം യഥാവാനാണ് എന്നറിയുന്നതിലൂടെയാണ് വിശ്വാസം ഉത്ഭവിക്കുന്നത്. അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ. എഴുതി വെക്കണേ, പുസ്തകത്തിൽ എഴുതാൻ മറന്നു പോരുത്. ഫെയ്ത്ത് ബിഗിൻസ് വിത്ത് നോയിങ് ഗോഡ് ഈസ് റിയൽ. ദൈവം യഥാവാനാണ്. ദൈവം യഥാർത്ഥത്തിൽ ഉണ്മയുള്ളവനാണ്, ജീവനുള്ളവനാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, നിലനിൽക്കുന്നവനാണ്, നിത്യനാണ് എന്ന് ഞാൻ അറിയുമ്പോൾ അകത്ത വിശ്വാസം ഉത്ഭവിച്ചു വരും. കാരണം അവിടെ പറയുന്നത് മസ്റ്റ് ബിലീവ് ദാറ്റ് ഹി എക്സിസ്റ്റ്സ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ആര് കണ്ടു? ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയിലായിരിക്കും ചിലരൊക്കെ വർഷങ്ങളായി തേടി നടന്ന സത്യം, വർഷങ്ങളായി തേടി നടന്ന ദൈവത്തെ ഇന്നായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി ഇത് ഒത്തിരി പേർക്ക് ഇന്നത്തെ, എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെയല്ല, ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക്, ഈ മോർണിംഗ് ഗ്ലോറിയുടെ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ഒത്തിരി പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. എന്നിട്ട് മുഴുവൻ വാച്ച് ചെയ്യാൻ പറയണം, മുഴുവൻ. കാരണം ഒത്തിരി പേരെ ഇന്നത് രക്ഷിക്കും. ഫെയ്ത്ത് സ്റ്റാർട്ട്സ് വിത്ത് റെക്കഗ്നൈസിങ് ഗോഡ്സ് റിയാലിറ്റി ആൻഡ് പ്രസൻസ്. ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും അവൻ്റെ സാന്നിധ്യത്തെയും തിരിച്ചറിയുന്നതിലൂടെയാണ് വിശ്വാസം ആരംഭിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 14:1 ദ ഫൂൾ സേസ് ദർ ഇസ് നോ ഗോഡ്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വെള്ളിയാഴ്ചകൾ ഇറക്കുന്ന പോഡ്കാസ്റ്റിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ചും അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ള 2 പോഡ്കാസ്റ്റുകൾ വന്നല്ലോ. അതിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, സങ്കീർത്തനം 14:1 53:1 പറയുന്നൊരു കാര്യമാണ്, ദ ഫൂൾ സേസ് ദർ ഈസ് നോ ഗോഡ്. ദൈവമില്ല എന്ന മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും മൗഢ്യമുള്ള ആളുകൾ, വിഡ്ഢികളായ ആളുകൾ, ഒരു ബോധമില്ലാത്ത ആളുകൾ മാത്രമേ ദൈവമില്ലെന്ന് പറയുള്ളൂ. അത്രത്തോളം ബുദ്ധി അധപ്പതിക്കുന്നവർക്ക് മാത്രമേ ദൈവമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനോ വിശ്വസിക്കാനോ സാധിക്കും. അത്രത്തോളം മാനസികമായി അധപ്പതിക്കണം. പക്ഷെ അവരാണ് വലിയ യുക്തിവാദികളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ളവരായിട്ട് അവരാണ് പ്രശംസിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് ഒരു ബുദ്ധിയുമില്ലാത്തവർക്ക് മാത്രമേ ദൈവമില്ലെന്ന് പറയാൻ കഴിയൂ. കാരണം വെറും കോമൺ സെൻസ് പോലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാൻ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാൻ ഒരു നിർമ്മാതാവ് ആവശ്യമാണ്. സിംപിളസ്റ്റ് ലോജിക്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാൻ ഒരു ക്രിയേറ്റർ ആവശ്യമാണ്. അപ്പോൾ അതുപോലും ലോജിക്കലി മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് എന്ത് യുക്തിയാണുള്ളത്? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദ ഫൂൾ സേസ് ദർ ഇസ് നോ ഗോഡ്. ഏറ്റവും പമ്പര വിഡ്ഢികൾക്ക് മാത്രമേ ദൈവം ഇല്ല എന്ന് പറയാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കും. റോമാലേഖനം 1:20 വായിച്ചു നോക്കി. ഗോഡ്സ് നേച്ചർ ഈസ് സീൻ ത്രൂ ക്രിയേഷൻ. ഈ സൃഷ്ടിയിലൂടെ, കാണുന്ന പ്രപഞ്ചത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നു. ദൈവം എങ്ങനെയുള്ളവൻ? സൃഷ്ടിയെ നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഈ പുസ്തകം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, കടലാസ് ഉൽപ്പാദിപ്പിച്ച് ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് മനോഹരമായ ഒരു ഡയറി ഞാൻ ഉണ്ടാക്കി. ഞാനാണ് ഇതിൻ്റെ മാനുഫാക്ചറർ, ഞാനാണ് ഇതിൻ്റെ ക്രിയേറ്റർ, ഞാനാണ് ഇതിൻ്റെ സൃഷ്ടാവ്. പക്ഷെ ഒരാൾ പറയാം, അത് തന്നെ ഉണ്ടായോന്നായിരിക്കും, ആരും അതിൻ്റെ പുറകിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, ഇതിൻ്റെ ക്വാളിറ്റിയാണ് നിർമ്മാതാവിൻ്റെ ക്വാളിറ്റി. ലെതർ ഷൂസ്, ചില പ്രത്യേക ബ്രാൻഡ് ലെതർ ഷൂസ് ഉണ്ട്. കോസ്റ്റ്ലി ആയിരിക്കാം, പക്ഷെ ആ ബ്രാൻഡിനൊരു വാല്യൂ ഉണ്ട്. കാരണം അതിൻ്റെ ക്വാളിറ്റി അതാണ്. ആപ്പിൾ പ്രോഡക്ട്സ്, ഐഫോണുകൾ, ഐപാഡുകൾ, ഇങ്ങനെയുള്ളതൊക്കെ അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടല്ല ഒത്തിരി പേര് അത് മേടിക്കാൻ നടക്കുന്നത്. പൈസ കൂടുതലാണെങ്കിൽ പോലും ആളുകൾ അതിൻ്റെ പുറകെ പോകാൻ കാരണം ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ആപ്പിൾ കമ്പനി, സ്റ്റീവ് ജോബ്സും കൂട്ടരും ഒക്കെ ഏറ്റവും ബിൽറ്റ് ഇൻ ക്വാളിറ്റി ഉള്ള, അതുപോലെ
ഏറ്റവും ക്വാളിറ്റിയുള്ള സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും ഒക്കെ ആയിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ ഇറങ്ങുമ്പോൾ ടോപ്പ് നോച്ചായി ഇരിക്കാനുള്ളവരുടെ അപ്പോൾ ആ കമ്പനിയുടെ ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ഭയങ്കരമായ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം തേടി ഇതെവിടെ വരെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോഴും ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. പേടകങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു, റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു, കുറേ നാളായത് തുടങ്ങിയിട്ട്. എന്നിട്ട് പോലും ഇതുണ്ടാക്കിയ ഒരാൾ, ഇതിൻ്റെ പുറകിൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ വേണമെന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇരമ്യാവിൻ്റെ പുസ്തകം 29:13 യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ. നീ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. ദാറ്റ് മീൻസ് യു കനോട്ട് ഹാവ് എ കോൺവെർസേഷൻ വിത്ത് സമ്മൺ യു ഡു നോട്ട് ബിലീവ് എക്സിസ്റ്റ്. അതായത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരാളുമായി നിങ്ങൾക്കൊരിക്കലും ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. നിങ്ങളുടെ ഫാദർ ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയെന്നിരിക്കട്ടെ, ആശയവിനിമയം നടത്താൻ പറ്റുമോ? ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറയാം. ഇതുപോലെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് ദൈവത്തോട് എങ്ങനെ ആശയവിനിമയം നടത്താൻ കഴിയും? നമ്പർ 2, ഫെയ്ത്ത് ട്രസ്റ്റ് ദാറ്റ് ഗോഡ് റിവാർഡ്സ് ദോസ് ഹൂ സീക്ക് ഹിം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വിശ്വാസത്തിനാണ് വിശ്വാസമുള്ളത്. ഹി റിവാർഡ്സ് ദോസ് ഹൂ ഏണസ്റ്റ്ലി സീക്ക് ഹിം. വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കുന്നവർക്ക്, അങ്ങനെയാണ് ശരിക്കും പറയുന്നത്. മലയാളം ട്രാൻസ്ലേഷനിൽ ഇത് ഇല്ലെന്ന് തോന്നുന്നു. ഏണസ്റ്റ്ലി ഓർ ഡിലിജൻ്റ്ലി സീക്ക് ഹിം. വളരെ 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 ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നറിയണം. ഫെയ്ത്ത് ബിലീവ്സ് നോട്ട് ഓൺലി ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് ബട്ട് ദാറ്റ് ഹി റെസ്പോൺസ്. വിശ്വാസം വിശ്വസിക്കുന്നത് ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, വിളിച്ചാൽ വിളി കേൾക്കും, കരഞ്ഞാൽ അവൻ കാണും, കരളലയും, ഇങ്ങോട്ട് സംസാരിക്കും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ വഴി നടത്തും, നമ്മുടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യും. ഇതുകൂടി നമ്മൾ അറിയണം. ഒത്തിരി പേർക്ക് അനുഭവമില്ല. ഇന്നു മുതലുണ്ടാകട്ടെ, വിശ്വസിക്കുക. മത്തായി 7:7 കാണുന്നത് ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ അൺടു യു. ചോദിച്ചാൽ കിട്ടും. പറഞ്ഞേ, ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നേ കമൻറ്റ് സെക്ഷനിൽ. ചോദിച്ചാൽ കിട്ടും. മർക്കോസ് 11:24 ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കിട്ടിയെന്നങ്ങ് വിശ്വസിക്കുക, അപ്പോൾ അതുണ്ടാവും. സങ്കീർത്തനം 34:10 ദോസ് ഹു സീക്ക് ദ ലോർഡ് ലാക്ക് നോ ഗുഡ് തിങ്. അവനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു വിളവെടുപ്പുണ്ടാകുമെന്നുള്ളത് സ്വപ്നം കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്, ശരിയല്ലേ? ഇതുപോലെ തന്നെ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകണം, എൻ്റെ ദൈവം എന്നെ കടാക്ഷിക്കും. നമ്പർ 4, ഫെയ്ത്ത് റിക്വയർസ് ഡിലിജൻറ്റ് പർസ്യൂട്ട്. ആ വചനത്തിൽ തന്നെ നമുക്ക് കണ്ട അടുത്തൊരു കാര്യമാണ് ഫെയ്ത്ത് റിക്വയർസ് ഡിലിജൻറ്റ് പർസ്യൂട്ട്. വളരെ ജാഗ്രതയോടുകൂടെ അവനെ അന്വേഷിക്കണം അഥവാ പിന്തുടരണം. വിശ്വാസം ജാഗ്രതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കണം. അവിടെ പറയുന്നുണ്ട് ഏണസ്റ്റ്ലി സീക്കും, അല്ലെങ്കിൽ എബ്രായ ലേഖനം 11:6 തന്നെയാണ് ഞാൻ പറയുന്നത്. ഏണസ്റ്റ്ലി സീക്കും അല്ലെങ്കിൽ ഡിലിജൻ്റ്ലി സീക്കും, ജാഗ്രതയോടെ അന്വേഷിക്കണം. ഫെയ്ത്ത് ഈസ് ആക്റ്റീവ് നോട്ട് പാസീവ്. എല്ലായ്പ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, വിശ്വാസം സജീവമാണ്, ജീവനുള്ളതാണ്, ഒരിക്കലും നിഷ്ക്രിയമല്ല. വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ആൾ പ്രവർത്തിച്ചിരിക്കും. എബ്രായ ലേഖനം 10:38 ദ റൈച്ചസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ലൂക്കോസ് 18:1 ഓൾവേസ് പ്രേ ആൻഡ് നോട്ട് ഗിവ് അപ്പ്. ഇതിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. കർത്താവ് അത് കാണട്ടെ, പരിശുദ്ധാത്മ അത് കാണട്ടെ, ദൂതന്മാർ അത് കാണട്ടെ, ഈ കമൻ്റ് വായിക്കുന്നവർ അത് കാണട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ പ്രേയിങ്. ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച ദൈവം വിളി കേൾക്കും, പ്രാർത്ഥിച്ച ദൈവം ഉത്തരമരുളും. ഗലാത്യർ 6:9 ഡു നോട്ട് ഗ്രോ വീറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്, പിടിച്ചു നിൽക്കണമെന്ന്. ഇപ്പോൾ ഈ മൈനിങ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. മൈനർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈനേഴ്സ് അല്ല, ഖനനം ചെയ്യുന്നവർ. അതായത് മണ്ണിനടിയിൽ ഇന്ന വസ്തു, ഇപ്പോൾ ഗോൾഡുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യമുണ്ട് എന്നറിയുന്ന ഖനനം ചെയ്യുന്ന ആൾ. അവരാദ്യം കണ്ടിട്ടില്ല, അതിൻ്റെ താഴെ ഉണ്ടോ ലക്ഷണങ്ങളുണ്ട്, എന്തൊക്കെയോ ക്ലൂ കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ.
കണ്ടിട്ടില്ല. കാരണം എത്രയോ എക്സ്കവേറ്റ് ചെയ്ത് ഡിഗ് ചെയ്ത് താഴെ പോയാലാണ് അത് ശരിക്കും കാണുകയുള്ളൂ. പക്ഷേ വിശ്വാസമുള്ളത് കൊണ്ട് കുഴിച്ച് ചിലപ്പോൾ അനേക ദിവസങ്ങൾ, അനേക ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുത്തെന്നിരിക്കും. അതിന് ശേഷമാണ് താഴെ ചെല്ലുമ്പോൾ തേടിയത് കിട്ടുന്നു. ഇതുപോലെ വിതൗട്ട് ദാറ്റ് ബിലീഫ് ഹി വുഡ് സ്റ്റോപ്പ് ഡിഗിങ്. അപ്പോൾ ഈ ഒരു ഖനനം ചെയ്യുന്ന ഒരാൾക്ക്, മൈനർക്ക്, ഇത് വിശ്വാസമില്ല, അയാൾ കുഴിക്കുമോ? അയാൾ കുഴിക്കാൻ പോകുന്നില്ല. ഇതുപോലെ ഫെയ്ത്ത് കീപ്സ് പെർസ്യൂയിങ് ഗോഡ് വിത്ത് എക്സ്പെക്റ്റേഷൻ. വിശ്വാസത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ പിന്നാലെ പിന്തുടർന്ന് പ്രതീക്ഷയോടുകൂടി പോയിക്കൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസം. അപ്പോൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ തേടുന്ന എത്ര പേരുണ്ട്? ഉറപ്പ് തരുന്നു, ഞാനാ പറയുന്നത്, നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതിഫലം കിട്ടും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ആയുസ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടും. കാരണം ഏത് മാതാപിതാക്കന്മാർ ദൈവത്തെ തേടിയിട്ടുണ്ടോ, ആ മാതാപിതാക്കൾ ദൈവത്തെ തേടിയതിൻ്റെ കെയർ ഓഫിൽ തന്നെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കാരണം 1000 തലമുറ വരെ കരുണ കാണിക്കുമെന്ന് ബൈബിളിൽ കിടപ്പുണ്ട്. ഒരു മാതാപിതാക്കൾ ദൈവത്തെ തേടി ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ 1000 തലമുറ വരെ ദൈവം കരുണ കാണിച്ചെന്നിരിക്കും. കൈനീട്ടാം. കർത്താവേ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു അനുഗ്രഹം കർത്താവെ എല്ലാവരിലും കൽപ്പിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അങ്ങയെ തേടുന്ന എല്ലാവർക്കും അങ്ങ് പ്രതിഫലം കൊടുക്കുന്നുവല്ലോ. അവനെ കണ്ടെത്താവുന്ന നാളിൽ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അങ്ങ് ആർക്കും അകന്നിരിക്കുന്നവനല്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഹാർട്ട് ബീറ്റ് പോലെ അതുപോലെ ക്ലോസായി നിൽക്കുന്ന ദൈവമേ, അനേകർക്ക് അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എക്സ്റേ ഫിലിമിൽ, ചില ലാബ് റിപ്പോർട്ടിലൊക്കെ കുഴപ്പങ്ങൾ കണ്ടെത്തി വിഷമിച്ചിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങിപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപൂർവ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. കൈനീട്ടുമ്പോൾ നിങ്ങളുടെ വിഷയം എന്താണ്, അത് യേശുവിനോട് പറയുക. ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഒത്തിരി പേർക്ക് ഇന്നത്തേത് അയച്ചു കൊടുക്കണം. വളരെ വിശ്വാസക്കുറവോടുകൂടിയൊക്കെ ആയിരിക്കുന്നവർ, ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.